അങ്ങനെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ ദിവസം എത്തി. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് അമ്മ ഞങ്ങളെ ബ്ലെസ് ചെയ്തൊക്കെ വിടുവാണ്. അപ്പം ജോപ്പൻ ഭയങ്കര സങ്കടത്തിലാണ്, അമ്മയായിട്ട് അറ്റാച്ച്ഡാണ് ഭയങ്കര. അപ്പം അവനോട് പറഞ്ഞ് മനസ്സിലാക്കുവാണ് അച്ചു. ബിസ്ക്കറ്റൊക്കെ ഫിനിഷ് ചെയ്യണം കേട്ടോ, എനർജി വേണം നമുക്ക്. ബേബിനെ എടുക്കണ്ടേ കേട്ടോ, നമുക്ക് ലാപ്പിൽ ഇരുത്തണ്ടേ. മടിയിലൊക്കെ ഇരുത്താൻ പോയാ ബൈ ഹൈ ഫൈ ഹൈ ഫൈ. ഓക്കെ ബൈ. അപ്പൊ ഈവനിങ് വേറെ ഓക്കെ ഓക്കെ ഞങ്ങൾ പോയിട്ട് വരാം. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഓസ്ട്രേലിയ 2 ടൈപ്പ് ഹോസ്പിറ്റലുകളാണ്, പ്രൈവറ്റും പബ്ലിക്കുമാണ്. ഇവിടുത്തെ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ കെയർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലാണ്. മറ്റേതാണെങ്കിൽ നമുക്ക് ഒരുപാട് ടു മച്ച് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. പിന്നെ ഇപ്പം മെറ്റർനിറ്റി ഒക്കെ ആണെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് ഇപ്പോൾ വാട്ടർ ബ്രേക്ക് ആകുമ്പോഴേ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരുപാട് സീനുകളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പ്രൈവറ്റ് ഹോസ്പിറ്റൽ യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈവറ്റ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. പിന്നെ കുറച്ച് സർട്ടൺ എമൗണ്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മൾ പേ ചെയ്യണം. ബാക്കിയുള്ളതാണ് പ്രൈവറ്റ് ഇൻഷുറൻസ് പേ ചെയ്യത്തുള്ളൂ. നമുക്കിവിടെ ഒരു നമുക്ക് ഈശോയുടെ ഒക്കെ പുൽക്കൂടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, ഉണ്ണീശോയുടെ ഒക്കെ. പിന്നെ ഇവിടെ ഒരു ചെറിയ ചാപ്പൽ കാണാൻ പറ്റുന്നുണ്ട്. കുർബാനയുടെ സമയമൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. നമുക്കൊരു കുഞ്ഞ് ചാപ്പൽ കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ഭംഗിയുള്ള ഡിവൈനിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഇപ്പോൾ രോഗികൾക്കോ വന്ന് വിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. ആ ചാപ്പലിൽ എല്ലാ ദിവസവും കുർബാനയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് മെറ്റർനിറ്റി യൂണിറ്റിലോട്ട് നടക്കാം. അപ്പോൾ നമ്മളങ്ങനെ മെറ്റർനിറ്റി യൂണിറ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തെ ഒരു ഫോം എടുക്കാൻ പോയിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ഫിൽ ചെയ്യാനുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് സമയമുണ്ട്. അപ്പോൾ നമുക്ക് തന്ന ഫോമുകളെല്ലാം നമ്മളിപ്പോൾ ഫില്ല് ചെയ്യുകയാണ്. അച്ചൂട്ടൊന്ന് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജനലിൽ കൂടെ കാണാൻ പറ്റുന്ന നല്ലൊരു ചെറിയ റെയിൻ ഫോറസ്റ്റ് പോലൊരു സംഭവം ഹോസ്പിറ്റലിൻ്റെ സൈഡിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ആൾക്കാർക്ക് താഴെ വന്നിരിക്കാം, ഒക്കെ ഫാമിലിയായിട്ട് ഒക്കെ വന്നിരിക്കാനുള്ളൊരു സ്ഥലമാണത്. അച്ചു ഭയങ്കര ടെൻഷനായിട്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ചോദിക്കാം. ടെൻഷൻ ഉണ്ടോ? അതെന്ന് വെച്ചോ അങ്ങനെ ഒരു ചിരി ടെൻഷൻ ഇല്ലാന്ന് പറയാം. ഓ അങ്ങനെ കാര്യം. ചെറിയൊരു ടെൻഷൻ ഉണ്ടല്ലേ? ഒരു ടെൻഷൻ വേണ്ട, വളരെ കൂളായിട്ടിരിക്കും. എല്ലാം ഇതാ പോയി ഇതാ വന്ന് കേട്ടാ. ആണോ? ശരിക്കും? ഓക്കെ, അപ്പൊ എന്റെ കാര്യത്തിൽ തീരുമാനമായി. അങ്ങനെ നമ്മൾ റൂമിലെത്തി. നല്ല റൂമാണല്ലോ. നമ്മുടെ ഫസ്റ്റ് സെന്റ് ഓഫ് കോഡ് മറ്റേ ഹോസ്പിറ്റലിനേക്കാളും കുറച്ചുകൂടി സ്പേസസ് ആണെന്ന് തോന്നുന്നു അല്ലേ? മറ്റേ കുറച്ചുകൂടി അല്ലേ? പക്ഷെ നല്ല റൂമാണ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള. കണ്ടോ, ബേബി ഒന്നും ഇവിടെ കിടക്കുക അല്ലേ? Are you excited? Bit worried as well, is it? ഇതാണ് ബേബി വന്ന. ഇവിടുന്നായിരിക്കും ഡെലിവറി. ഇവിടുന്ന് വൺസ് ബേബി വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുമായിരിക്കും അല്ലേ വേറെ റൂമിലോട്ട്. നമുക്ക് കാണാം ഇതെന്തൊക്കെയാണുള്ളത്. നമുക്ക് ഈ കാണുന്ന മോണിറ്ററിൽ കൂടെയാണ് ബേബിയുടെ ഹാർട്ട് റേറ്റ്സ് ഒക്കെ മോണിറ്റർ ചെയ്യുന്നത്, ബേബിയുടെ മൂവ്മെൻ്റ് ഒക്കെ. ബേബി വന്നു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് അവർ ഷിഫ്റ്റ് ചെയ്യും കുറച്ച് നേരത്തേക്ക്. ആ ചൂടൊക്കെ പറ്റാൻ വേണ്ടി ഇവിടുത്തെ ടെമ്പറേച്ചറും ബോഡി ടെമ്പറേച്ചറും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഹാൻഡ് വാഷ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഗ്ലൗസ് ഒക്കെ അവർക്കുള്ളതാണെന്ന് തോന്നുന്നതൊക്കെ. രാത്രിയൊക്കെ ഡെലിവറി ആണെങ്കിൽ കാണുന്ന സോഫ ബെഡ് ആക്കാൻ പറ്റുന്ന ബെഡ് ടൈപ്പ് സോഫയാണ്. ഞാൻ ബ്ലൈൻഡ്സ് ഒന്ന് പൊക്കി നോക്കട്ടെ എന്താണ് നമുക്ക് വെളിയിൽ നിന്ന് കാഴ്ചയുള്ള എന്താണെന്നാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. ഇപ്പോൾ വിസിറ്റേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇവിടുന്ന് കാണാം. നമുക്കിവിടെ ഒരു കാര്യം കണ്ടത് ഞാൻ കുഞ്ഞ് പാമ്പർ ഇരിക്കുന്നുണ്ടോ. ബേബി ഉണ്ടായിക്കഴിഞ്ഞാൽ പാമ്പർ മാറ്റാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ ചില പിള്ളേർക്കൊക്കെ ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാവും. അവരുടെ നമുക്കൊരു ഓക്സിജൻ യൂണിറ്റ് ഒക്കെ ഇവിടെ കാണാൻ ചെറുത്. പിന്നെ അങ്ങനെ കുറേ അവരുടെ CPRൻ്റെ ഒരു യൂണിറ്റ് ചെറുത് കാണാൻ പറ്റുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ബ്രീത്തിങ് ഇഷ്യൂ വരുമ്പോൾ അതൊക്കെ കൊടുക്കാനുള്ളതാണ്. നല്ലൊരു ഫാബ്രിക്, പിള്ളേർക്കൊക്കെ നല്ല ഫാബ്രിക്കാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്, കൊച്ചുങ്ങൾക്ക് മാറ്റാനുള്ള പുതപ്പൊക്കെ.
പിന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന മെനു കാണാം. നമുക്ക് ഈ മെനു അനുസരിച്ച് നമുക്ക് ഇവിടെ ഓർഡർ ചെയ്യാം ഫുഡ്. ഒരു രക്ഷയില്ലാത്ത കാര്യം ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ സെൻറ്റ് ജോൺ ഓഫ് ഗോഡിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അത്രയും അടിപൊളി സ്റ്റാൻഡേർഡ് ഫുഡാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം റിൻസിയുടെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡറായിട്ട് ഞാനാണ്. ഇപ്പം നോർമലി നമുക്ക് ബൈസ്റ്റാൻഡർ ഞാൻ പേ ചെയ്യണം. നമ്മൾ എത്ര നാളോ പുള്ളിക്കകത്ത് ഞാൻ നോർമലി ഇവിടെ പ്രൈവറ്റും പബ്ലിക്കിലും ബൈസ്റ്റാൻഡേഴ്സ് നിൽക്കാൻ പറ്റില്ല. പക്ഷേ പ്രൈവറ്റിൽ നമുക്ക് ബൈസ്റ്റാൻഡർ നിൽക്കണമെങ്കിൽ പേ ചെയ്യണം. മറ്റേ പബ്ലിക്കിൽ പറ്റില്ല. പ്രസവത്തിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവർക്ക് ആ സമയത്ത് മാത്രം വന്ന് ടേക്ക് കെയർ ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഈ ഹോൾ ടൈം റിൻസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും. അതൊരു ബെറ്റർ സപ്പോർട്ടാണ്. അതാണ് എനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയ കാര്യം. അച്ഛൻ തമാശക്കാണെങ്കിലും പറയുന്നൊരു കാര്യമാണ്, ഇവിടുത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും പ്രസവിക്കാൻ തോന്നും. അടിപൊളി മെനു അത് ശരിയാട്ടോ, ഉള്ളതാണ്. ടെൻഷനായിട്ടിരിക്കുവാണോ അച്ഛൻ? ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ, കൂളായിട്ടിരിക്കുക. നമുക്ക് പറ്റുന്നേ സിമ്പിൾ കാര്യല്ലേ. ഇപ്പൊ എനിക്ക് റൈറ്റ് കിട്ടേണ്ട സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പേടിയുണ്ട്. അങ്ങനെ അച്ചു ചെറിയ ടെൻഷനിലൊക്കെ ആയി തുടങ്ങി. ആളെ ഞാൻ തമാശയൊക്കെ പറഞ്ഞ് ചളിയാണെങ്കിലും ചളി കോമഡിയൊക്കെ അടിച്ച് പുള്ളിക്കാരത്തെ ഒന്ന് ചിറപ്പാക്കാൻ നോക്കുന്നുണ്ട്. സ്റ്റിൽ ആളങ്ങ് വേദന തുടങ്ങി, ചെറിയ പെയിനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കൊച്ചിൻ്റെ ഹാർട്ട് റേറ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നേഴ്സ് ഇവിടെ ഇരുന്ന് ഫുൾ ടൈം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊച്ചിൻ്റെ മൂവ്മെൻറ്റുകളും പിന്നെ ഓക്സിജൻ ലെവലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അച്ഛൻ എപ്പിഡൂറിലൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസിയുടെ ഡെലിവറി ടൈമിൽ പെയിൻ കുറയും. അപ്പോൾ അത് അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ് ഇപ്പം. Like a little green light that sporadically flashes. If that's flashing, it means you can give yourself a dose. Only you can press that button. Okay, so when you need it, if you press it, it locks you out automatically for 20 minutes. So even if you keep pressing it, you can't do the dose or anything like that. And only use it if you need it. അങ്ങനെ പ്രൈവസി കൺസേൺ കാരണം ഞാൻ ഡെലിവറിയുടെ വീഡിയോ ഒന്നും ഇടുന്നില്ല. അപ്പം ഞങ്ങളുടെ ബേബി ഇതാ വരുന്നു, ഇതാ വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് അറിയാമായിരുന്നു പെങ്കൊച്ചാന്ന്. ഞങ്ങൾക്ക് ജെൻഡർ നേരത്തെ അറിയായിരുന്നു സ്കാനിങ്ങിൽ. പേര് ജെനിഫർ എന്നാണ്, ജെനിഫർ ഐസക്. ജെനി എന്ന് വിളിക്കും. ഞങ്ങളുടെ ജെനിക്കുഞ്ഞ് ഇതായിരിക്കുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. റിൻസി ഭയങ്കര ക്ഷീണത്തിലാണ്. ഞങ്ങൾ റൂമൊക്കെ ഷിഫ്റ്റ് ചെയ്തു. നല്ല റൂമൊക്കെയാണ്, ആവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്ത മെയിൻ ഗസ്റ്റുകൾ അവരാണുള്ളത്, എൻ്റെ അച്ഛനും അമ്മയും പിന്നെ ഇവളുടെ ബിഗ് ബ്രദറായ ജോഷിയും. അവൻ ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പാണ്. അവൻ എപ്പോഴും ചോദിക്കും, രാവിലെ ചോദിക്കും എപ്പോഴാണ് ബേബി വരുന്നത്. അവൻ്റെ സന്തോഷം വേറെ ലെവലായിരിക്കും. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ. Are you excited? How much you excited? How much you excited? Come on, quick. How much you excited? This much. Huh? അച്ഛനും അമ്മയും അങ്ങനെ അടുത്ത കൊച്ചുമോ വല്യപ്പനും അമ്മയായി. മൂന്നാമത്തെ അല്ലേ? So she's your sister. Are you crying? It's your sister, buddy. Really cute. Very cute, very cute. Your sister. You finally got a sister, Joe. Don't cry, Georgie Buddha. Come here. Come here. I'll hold her. You can hold her. You have to sit there first. ഒരു മാതാപിതാക്കളുടെ മനസ്സിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു മെമ്മറി ആയിരിക്കും ഇത്. അവൻ്റെ സന്തോഷം കാണുമ്പോഴേ, ഒരു അനിയത്തി കുട്ടിയെ കാണുമ്പോൾ അവൻ്റെ സന്തോഷം. അവൻ്റെ കയ്യിലിരിക്കുന്ന ആ ടോയ് അവൻ ഏകദേശം 9 മാസമായിട്ട് അവൾക്ക് വേണ്ടി കാത്തു വെച്ചതാണ് കേട്ടോ. ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു മൂമെൻ്റാണിത്. ജോയുടെ 9 മാസത്തെ കാത്തിരിപ്പാണ് അവൻ്റെ ലിറ്റിൽ സിസ്റ്ററിനൊന്ന് മടി വെക്കാൻ വേണ്ടി. അവൻ്റെ സന്തോഷം ഞങ്ങൾ നമുക്കൊക്കെ മുഖത്ത് കാണാൻ വരുന്നുണ്ടല്ലേ. Yeah, he's gonna follow me. Oh, is she gonna follow you? It's really sleepy. Yeah? Out.
Jimmy, go. Go. He's waking up. Oh, she's waking up. Yes. Thank you, Joshua. Jenny's so I happy. want to take him home now. Oh, good job. Give me one more. അങ്ങനെ ദൈവത്തിന്റെ ഒരുപാട് ഞങ്ങൾ ഡിസ്ചാർജ് വാങ്ങിച്ചിട്ട് പോവുകയാണ്. അത് 2 ദിവസം കൊണ്ട് ഡിസ്ചാർജ് വാങ്ങിച്ചതിന് പോകുന്ന കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരുത്തൻ കയർ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ജോ. അവൻ്റെ ലിറ്റിൽ സിസ്റ്ററിനെ കണ്ടുകൊണ്ടിരിക്കണം അവന്. ഇവിടെ വിസിറ്റേഴ്സ് അവേഴ്സ് ലിമിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ഇവിടെ ജോഷുവെ കൊണ്ട് നിർത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ വിടുവാണ്, നേരെ ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയാണ് വീട്ടിലോട്ട്. അപ്പോൾ അങ്ങനെ എല്ലാം ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് എല്ലാ കാര്യങ്ങളും നന്നായി നടന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ പാക്കലാം.